ഹലോ ഹായ് ഗൈസ്, ഞങ്ങളൊരു വീഡിയോ ഇട്ടല്ലേ ജാമ്പയ്ക്ക വേണോ ഇത് വേണോന്ന്. ഞങ്ങളെ ഫോളോവേഴ്സ് വന്നിരിക്കുകയാണ്. ജാമ്പയ്ക്ക ഇതെല്ലാം പറിക്കാൻ ഫോളോവേഴ്സ് വന്നിരിക്കണം. അതും ട്രിവാൻഡ്രത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ട്രിവാൻഡ്രം പൂന്തറയുന്ന ഒരാള്, കോവളത്തുന്ന ഒരാള്, പിന്നെ ഒന്ന് അടുത്തുള്ളതാണ് കേട്ടല്ലേ. എടാ വീഡിയോ കണ്ടിട്ടേ അവിടെ അടുത്ത് ഞങ്ങളെ കുടുംബകോൽ ഉത്സവമായിരുന്നു. അവിടെ വന്നിട്ട് നിങ്ങളെ വീഡിയോ കണ്ട് ജാമ്പയ്ക്ക വേണം, മാങ്ങ വേണം. കിണറ് സൈഡേ കുഴിഞ്ഞു പോണ് കേട്ടാ. അങ്ങനെ വന്നിരിക്കണം. അത് മാത്രമില്ല, കുറെ പേര് ഫോൺ ചെയ്ത് കേട്ട് ഞങ്ങൾക്ക് മാങ്ങ വീട്ടിൽ കൊണ്ടുതരാം. ഞങ്ങൾ പറഞ്ഞ് കൊണ്ടുതരാൻ പറ്റില്ല, വരണവർക്ക് തരാന്ന്. അങ്ങനെ വന്നിട്ട് ഇതാ അടക്കണം. ഇപ്പം വന്നേ ഉള്ളൂ. ജാമ്പയ്ക്ക അടക്കണം. ഇനി പുളിച്ചിക്ക മാങ്ങ ഈ സൈഡിലോട്ടല്ലേ. ഞങ്ങൾ പറഞ്ഞ് ആവശ്യമുള്ളവർക്ക് വന്ന് പറിച്ചെടുക്കാം, നമുക്ക് പറിക്കാൻ വയ്യെന്ന്. ആ വന്ന് കിണറ്റിന്റെ സൈഡിൽ പോവല്ലേ, കുഴിയാണ്. ആ നല്ല മാങ്ങ കേട്ടോ. അവർക്ക് മന്നെ നല്ല മാങ്ങ അല്ലേ ഇത്? ഓ നല്ല മാങ്ങ. ചേച്ചി കൊണ്ടുവന്നാ? ഇല്ല ചേച്ചി, ഇതാ നല്ല മാങ്ങ കേട്ടോ. വീട്ടിൽ കൊണ്ടുവച്ച പഴുത്തോ നല്ലായിരിക്കും. അടുത്തതാ വന്ന സബ്സ്ക്രൈബേഴ്സ് വന്നതാ കരിവേപ്പില പറിച്ചിട്ടിരിക്കുകയാണ്. ഓ നല്ലതല്ലേ, നല്ലതല്ല. മഴ പെയ്തുകൊണ്ട് ഓ അത് ചില സമയത്ത് അങ്ങനെ തന്നെ. ഒരാളിതാ ഇവിടെ അത് ഉള്ള മരത്തെ ഒടിക്കാൻ നിക്കണ്. പോട്ടെന്ന് പറഞ്ഞ് കുറച്ച് കരിവേപ്പില കൊടുക്കാൻ നോക്കിയപ്പോ ചെടിയെല്ലാം വളച്ചു ഉടക്കണ്. കണ്ടാ നല്ല പൊടിക്കും. എല്ലാം യൂട്യൂബിൽ തന്നെ. ഇനി അടുത്ത് സപ്പോട്ട മരത്തിൽ സപ്പോട്ട കാച്ചി കിടന്നു. അത് നമ്മൾ കണ്ടില്ലായിരുന്നു. വന്നവരാണ് സപ്പോട്ടയെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇവളാണ് ഈ സപ്പോട്ട യാതൊക്കെ മരത്തിൽ എന്തിനാ കിടക്കണമെന്ന് കണ്ടുപിടിക്കുന്ന ആള്. കണ്ട സപ്പോട്ട പഴുക്കും. നമ്മളിവിടെ നിന്ന് 3 കൊണ്ടുപോയി പഴുത്ത്. എങ്ങനെ ആർക്കറിയാം വിളഞ്ഞത് കണ്ടുപിടിക്കാൻ. കൊണ്ടുപോയി വെക്കണം. എവിടെ ജാമ്പയ്ക്ക നോക്കട്ട്. കണ്ട ഒരാൾ എത്ര ജാമ്പയ്ക്ക വാരി വെച്ചിരിക്കണ. ചെറിയ വാരി വെച്ചിരിക്കണ. വീഡിയോ ഓൺ ഇരിക്കടാ. ഇത് 54 സെക്കൻഡ് വീഡിയോ ഓടണം, കണ്ടില്ലേ? ആതിരാണെങ്കിൽ ഒരു മുടിയോടെ വന്നിരിക്കണ്. ഒരു ഇല പോലും വെറുതെ വിടരുത്. അടുത്ത് മുരിങ്ങ, അതെ മുരിങ്ങയില പറഞ്ഞിരിക്കും. ചേച്ചി ആ മരത്തിലുള്ള മാങ്ങ എല്ലാം പറിക്കാമേ. വേണ്ട അത് അത്ര തന്നെ. ഇതിനപ്പുറം വളരൂല. ഇത് തന്നെ അതിന്റെ അളവ്. അടുത്ത മാമരത്തെ കണ്ടപ്പം ഉടനെ അടുത്ത മാമരത്തെ കണ്ടപ്പോ ഇലയെ വിട്ടിട്ട് മാമരത്തിലോട്ട് പോവുകയാണ്. ചേച്ചി ഇതപടി റെഡി. ഒരു കൊത്ത് മാങ്ങ പറിക്കാൻ പോവുകയാണ്. കുറച്ച് മാങ്ങ പ്രശാന്തിന് കൂടെ കേട്ടാ. പ്രശാന്തിന് ഒരു 5 മാങ്ങ. ഞങ്ങളടുത്ത് ഇനി ഒരാള് വിളിച്ച് മാങ്ങ അടക്കാൻ പോകാന്ന് വിളിച്ച്. അപ്പൊ സമയം ഇല്ലായിരുന്നു. അവൻ നീ ആ വീഡിയോ കണ്ട അവൻ വയലന്റ് ആവും. പ്രശാന്ത് നമ്മളെ സബ്സ്ക്രൈബറെ വരാൻ പറഞ്ഞു, ചാക്കും കൊണ്ട് വരാൻ പറഞ്ഞില്ല. ഞങ്ങളെ സബ്സ്ക്രൈബറല്ല ചാക്കോടെയാണ് വന്നിരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് വരാൻ പറഞ്ഞപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചാക്കും കൊണ്ട് വന്നിരിക്കുന്നത്. അതെന്തര് കഴിക്കാനുള്ളതാ? ഞങ്ങൾ ആതിരാണെങ്കിൽ പുല്ലും ചെടി ഇടയിന്നൊക്കെ എന്തിനാ കഴിക്കാനുള്ള സാധനം. ചേട്ടാ ആതിരക്ക് എന്തിനു കഴിക്കാനുള്ള സാധനം എന്നൊക്കെ അറിയാം. എല്ലാ ഇതിൻ്റെ അറിയാം. ഇപ്പൊ ഇടയിൽ എന്തോ എടുത്ത് വെച്ചു. ഒന്ന്
മാങ്ങ വേണോ വേണ്ട? ചേട്ടാ സജിത ചേച്ചിക്ക് ഒരു 5 മാങ്ങ വെച്ചേ. ചേച്ചി ഇത് ഞങ്ങളെ ഇത് കണ്ടിട്ട് രണ്ടുപേരും വീട്ടിൽ മാങ്ങയ്ക്ക് വന്ന് ഒരു പയ്യൻ വന്നിട്ട് നീ അടുത്ത മരത്തിലോട്ട് വന്ന് അടുത്ത മരത്തിലോട്ട് വന്ന് സബ്സ്ക്രൈബറേ നിങ്ങൾ ആദ്യം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താ 5 പേർക്ക് ഷെയർ ചെയ്താ സബ്സ്ക്രൈബ് ചെയ്ത് 5 പേർക്ക് ഷെയർ ചെയ്താൽ തന്നെ മാങ്ങ എടുത്തിട്ട് പോണം. കരിവേപ്പില ഇവിടെ ഒരുപാടുണ്ട്. ഞങ്ങളെ സബ്സ്ക്രൈബർ മതിൽ കയറാൻ തുടങ്ങി. പഴുക്കാൻ വെക്കണെങ്കിലേ നല്ല എറിയരുത്, പഴുക്കൂല. കുഴപ്പമില്ലേ? ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ ഇതിന് ഫോട്ടോ എടുക്കാൻ പറ്റൂലേ? അതിനെ ചേച്ചി അവളെ പിടിച്ചു വന്ന് അതിന് ചേച്ചി വലിയ തേള് നോക്ക്. ചത്തിരിക്കണം. ഞങ്ങളെല്ലാം ഉണ്ട്, ഞങ്ങളെല്ലാം വളർത്തണം. അവൾ ഐശ്വര്യ വിളിക്കണം. ഓ അങ്ങനെ എല്ലാരും പാർസൽ എടുത്തിട്ട് ഇതാ തിരിച്ചായി. എല്ലാരും പാർസൽ എടുത്ത് എല്ലാരും ബായ് പറയൂ. ബായ്. എന്നാലും ഒരാൾ കാട്ടിയത് വെളിയിറങ്ങിയില്ല. വേപ്പൻ തൈ ഉണ്ടോ നോക്കിയത്? ഇതാണ് ഞങ്ങളെ മിഥുൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? കരാട്ട മാസ്റ്റർ. കരാട്ട ഇല്ല, മറ്റേ എന്തിന് കളരി മാസ്റ്റർ. ഇതുണ്ട് അടുത്ത കളരി മാസ്റ്റർ. കറുത്തുമുത്ത്